അള്ളാഹുവിന്റെ റസൂൽ നൽകിയതൊക്കെ ആർക്കാണ് യഥാർത്ഥത്തിൽ കൊടുത്തതെല്ലാം അടുത്ത മുസ്ലിമീങ്ങളായവർക്കാണ്. അതുപോലെ ഇസ്ലാമിലേക്ക് വരാൻ അവരുടെ ഹൃദയം അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഇതൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ? ഇതെല്ലാം ഒരു സമ്പത്തിന്റെ പേരിൽ അവൻ നരകത്തിന്റെ വഴിയിലേക്ക് പോകണ്ട എന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്തും നബിയുടെ കാരുണ്യം കൊണ്ടാണ്. കാരണം ചിലർ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്തിനു വേണ്ടി? ദുനിയാവിന് വേണ്ടി. ഇസ്ലാമിലേക്ക് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരും. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഈമാനിന്റെ മധുരം നുകർന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവന് ദുനിയാവിനേക്കാളും അതിനുള്ള എല്ലാത്തിനേക്കാളും ഇഷ്ടം ഇസ്ലാമായിരിക്കും. ഒന്നിനു വേണ്ടിയും അവൻ അത് ഉപേക്ഷിച്ചു പോവുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ദുനിയാവ് കൊടുത്ത് ദീനിലേക്ക് കൊണ്ടുവരും. അതിനെന്ത് പറയും? മുദാറാത്ത് എന്ന് പറയും. മുദാറാത്ത് അത് നല്ല രീതിയാണ്. അതേസമയം മുദാഹന എന്നൊന്നുണ്ട്. അതെന്താണ്? അതിന്റെ നേരെ വിപരീതമാണ്. അത് തെറ്റാണ്. മുദാറാത്ത് വേറെ, മുദാഹനത്ത് വേറെ. എന്താണ് മുദാഹനത്ത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നബിയെ അവർ ആഗ്രഹിക്കുന്നു താങ്കളൊന്ന് മായം ചേർത്തിരുന്നുവെങ്കിൽ, ഫയുദ്ഹിനൂൻ, എങ്കിൽ അവർക്കും അവരും മായം ചേർക്കും, അവർ നിന്നോടുള്ള ശത്രുത ഉപേക്ഷിക്കും. അത് എന്താണ്? അത് ദുനിയാവിന് വേണ്ടി ദീനിൽ മായം ചേർക്കലാണ്. മനസ്സിലായില്ലേ? ദുനിയാവിന് വേണ്ടി ദീൻ മയപ്പെടുത്തി കൊടുക്കലാണ്. അതേസമയം ദീനിലേക്ക് ആളുകൾ വരാൻ വേണ്ടി ദുനിയാവിൽ ഒരു വിശാലത നൽകുക. മനസ്സിലായില്ലേ? നീ ഹറാം ഹലാലുകൾ പറഞ്ഞാൽ ആളുകൾ പാലിക്കാൻ വേണ്ടി ഹലാലിനൊരൽപ്പം വിശാലത കാണിച്ചു കൊടുക്കുക. അതെ, എൻ്റെ വീട്ടുകാർ, കുട്ടികൾ, അവർ ഇത് ഹറാമാണ് എന്ന് പറയുമ്പോൾ മാറി നിൽക്കാൻ ഉള്ള വഴികളിൽ ഒന്നാണ് എന്ത്? ബുദ്ധിയുള്ള ആളുകൾ സ്വീകരിക്കുന്ന വഴികളിൽ എന്താ? അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ ഒരൽപ്പം വിശാലത നൽകുക. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കും, കണ്ടോ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ആ നന്മകൾ നന്നായി തരുന്ന ആളാണ്, അങ്ങനെ നൽകുന്ന ആളാണ് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ. എന്നിട്ടാണ് ഇത് തെറ്റായതുകൊണ്ടാണ് എന്നോട് പാടില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഇവരെപ്പോൾ തന്നെ ഒന്നും പറ്റൂല, എല്ലാം പാടില്ലാത്തത് എന്നാളുകൾ വിചാരിക്കും. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ ഒരു വിശാലത നൽകുക എന്നത് ദീനിലേക്ക് ആളുകൾ അടുപ്പിക്കാനുള്ള ബുദ്ധിയുള്ളവർ സ്വീകരിക്കുന്ന വഴികളിലൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് ഇങ്ങനെ വാരിക്കോരി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകി. അവർക്ക് ഇഷ്ടപ്പെട്ടത് സമ്പത്തായതുകൊണ്ട്. എന്തിനുകൊണ്ട്? അതിന്റെ പേരിൽ മാത്രം അവൻ കുഫറിലേക്ക് പോയി അവസാനം നരകത്തിൽ പോയി ചാടണ്ട. ഇപ്പോൾ ഈ ഇതിൽ സമാധാനിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് പിന്നീട് ഇൻഷാ അള്ളാഹു അവരുടെ ദീനിൽ, അവരുടെ ഖൽബിൽ ഈ ദീനിനെ കുറിച്ചുള്ള സ്നേഹവും താല്പര്യവും എല്ലാം നൽകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യം കൊണ്ട് കൊടുത്തത്. നബി കൂടുതൽ കൊടുത്തവരെക്കാൾ ഇഷ്ടം പലപ്പോഴും ആരെയായിരുന്നു? കുറച്ച് കൊടുത്തവരെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നബി കൂടുതൽ നൽകിയവരെക്കാൾ പലപ്പോഴും നബിക്ക് ഇഷ്ടം ആരെയാണ്? കുറച്ച് കൊടുക്കും. കാരണം അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കുറച്ച് കൊടുത്തത്.